ടാലി സോഫ്റ്റ്വെയറിൻ്റെ പോസിബിലിറ്റീസും ഒപ്പം നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ആൾറെഡി നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു യൂസ്ലെസ് വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നെയും എൻ്റെ സ്വന്തം സംരംഭത്തെയും തന്നെയാണ്. അപ്പോൾ എന്നെയും എൻ്റെ സംരംഭത്തെയും പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയാൽ മനസ്സിലാക്കാം. അതൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും. നിങ്ങളൊരു സംരംഭകനാണോ, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ, GST കൺസൾട്ടൻറ്റ്, GST പ്രാക്ടീഷണർ, ഫ്രീലാൻസ് ആയിട്ട് GST അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? ടാലി സോഫ്റ്റ്വെയർ വിൽക്കുന്നതോ ട്രെയിനിങ് കൊടുക്കുന്നതോ സെയിൽസ് ആൻഡ് സർവീസ് നോക്കുന്നതോ ആയിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? ടാലി സോഫ്റ്റ്വെയർ പഠിക്കാൻ പോകുന്നതോ, ടാലി സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതോ, പഠിച്ചു കഴിഞ്ഞതോ, അല്ലെങ്കിൽ ടാലി സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നതോ ആയ ഒരാളാണോ നിങ്ങൾ? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണോ, അതായത് BCom, MCom, MBA, CS, CA, ICAI ഇതെല്ലാം പഠിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ, അല്ലെങ്കിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. ഇത് നിങ്ങൾക്കുള്ള അറിവും ഒപ്പം ഓപ്പർച്യൂണിറ്റീസും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ നിമിഷം മുതൽ ഈ വീഡിയോ കാണാൻ പോകുന്ന എല്ലാവരും ഞാൻ ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയും അല്ലെങ്കിൽ ടാലിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാലി സോഫ്റ്റ്വെയറിൻ്റെ പോസിബിലിറ്റീസ് ഈ ഒരു കൊച്ചു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. കണ്ടിന്യൂസ് ഒരു 6 മാസം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ടാൽ മാത്രമാണ് ഒരു പരിധി വരെയും നിങ്ങളിലത് എത്തിക്കാൻ എനിക്ക് കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാവും. ടാലി സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അത് നമുക്കറിയാം, ഡാറ്റ തന്നെയാണ്. കാരണം നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ A to Z സേവ് ആയിരിക്കുന്നത് ആ ഡാറ്റയിലാണ്. ഡാറ്റ സേഫ്റ്റിക്ക് നിങ്ങൾക്കുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ പറയുന്നത്. ഇതൊന്നും ടാലിയിലുള്ള കാര്യങ്ങളല്ല, ഇതെല്ലാം ഞാൻ പോസിബിലിറ്റീസ് ആണ് പറയുന്നത്. പക്ഷേ ഇതെങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആവുന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഡാറ്റ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോ ബാക്കപ്പ് പോസിബിളാണ്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഓട്ടോ ബാക്കപ്പ് ഓരോ മണിക്കൂറിലും വേണം, അല്ലെങ്കിൽ ഓരോ 15 മിനിറ്റിലും വേണം, അല്ലെങ്കിൽ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ടാലി ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് എടുക്കണം. അങ്ങനെ പറയുകയാണെങ്കിൽ അത് പോസിബിളാണ്. നമ്മുടെ കയ്യിൽ ഒരു ആഡ് ഓൺ ഉണ്ട്. ആ ആഡ് ഓണിൽ നിങ്ങൾക്ക് ഇൻ്റർവെൽ സെറ്റ് ചെയ്യാം. 1 hour ആണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ 1 hourലും ഓട്ടോ ബാക്കപ്പ് എടുത്തുകൊണ്ടിരിക്കും. ഇനി ചിലവർ പറയും എനിക്ക് ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ്, അതായത് ഇൻ്റർവെൽ അല്ല വേണ്ടത്, എനിക്കൊരു ഫിക്സഡ് ടൈമിലാണ് ബാക്കപ്പ് എടുക്കേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു 11 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകിട്ട് 5 മണി, ഈ ഒരു 3 ടൈം ഞാൻ സെറ്റ് ചെയ്യും. ഈ ടൈമിൽ വേണം ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ അതും പോസിബിളാണ്, അത് നമ്മുടെ കയ്യിൽ പോസിബിളാണ്. ചിലർ ചോദിക്കും ഓട്ടോ ബാക്കപ്പ് എനിക്ക് ക്ലൗഡിലേക്ക് വേണം, അത് പോസിബിളാണോ? അതും പോസിബിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു സംരംഭകനാണ് അല്ലേ, നിങ്ങളുടെ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, ശരിയല്ലേ? ഒരാൾക്ക് നിങ്ങൾ ഈ ഡാറ്റ കൊടുക്കില്ല. ഇനി ചില സാഹചര്യങ്ങൾ, അതായത് എല്ലാ കമ്പനികളും നമ്മൾ കാണും, നമ്മൾ ഡെയിലി നമുക്ക് വരുന്ന ഫോൺ കോൾസ് ഇതൊക്കെയാണ്. സാർ എൻ്റെ മാനേജർ ഇട്ടിട്ട് പോയി, ഞാൻ മാനേജറായിട്ടൊന്ന് തെറ്റി, അല്ലെങ്കിൽ ഞാൻ ആ മാനേജറോട് നാളെ തുടങ്ങി വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് അവരുടേതായ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിലെ സ്റ്റാഫ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി പോകുന്നത് എവിടെയായിരിക്കും? അതേ ഫീൽഡിലുള്ള വേറൊരു ബിസിനസ് സ്ഥാപനത്തിലേക്കായിരിക്കും. മിക്കവാറും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കോമ്പറ്റീറ്ററുടെ അടുത്ത് തന്നെയായിരിക്കും ഈ സ്റ്റാഫ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു പേടിയാണ്, എൻ്റെ ഡാറ്റ അവൻ കോപ്പി ചെയ്ത് കൊണ്ടുപോയി കാണും, അവനത് കിട്ടും, അവൻ ഓപ്പൺ ചെയ്യും, എൻ്റെ കസ്റ്റമർ ഡീറ്റെയിൽസും ഫുൾ ഡാറ്റാബേസ് അവന് കിട്ടും, അവൻ അവർക്കത് കൊടുക്കും അല്ലേ? ശരിയാണ്, ആ സ്റ്റാഫിന് വേണമെങ്കിൽ അത് കോപ്പി ചെയ്യുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ ആൾറെഡി അവർക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കോപ്പി ചെയ്ത് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏത് ടാലിയിൽ വേണമെങ്കിലും ആ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതിനും പരിഹാരമുണ്ട്. അതായത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഡാറ്റ അവർ കോപ്പി ചെയ്ത് കൊണ്ടുപോയിക്കോട്ടെ, അവരുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിനും ചെയ്തോട്ടെ, പക്ഷേ ലോഗിൻ ആവില്ല. അതാണ് പറയുന്നത് പോസിബിലിറ്റീസ്. ഇതൊക്കെയാണ് പോസിബിലിറ്റീസ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോസിബിലിറ്റീസൊക്കെ ആരെങ്കിലും മലയാളത്തിലൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഭാഷയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ പറ്റും, അത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഞാൻ പോസിബിലിറ്റിയിൽ സംസാരിക്കാൻ പോകുന്നത് റിപ്പോർട്ട്സാണ്. അതായത് എല്ലാ കമ്പനികളും അവരുടേതായിട്ടുള്ള റിപ്പോർട്ട്സ് ചിലപ്പോൾ എക്സലിൽ മെയിൻറ്റെയിൻ ചെയ്യണ്ടാവും. ടാലി സോഫ്റ്റ്വെയർ നോക്കിയിട്ട് എക്സലിലോ ബുക്കിലോ ഒക്കെ റെക്കോർഡ് ചെയ്യണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ മാനുവൽ എൻട്രിയാണ്. എന്തോരം സമയം നിങ്ങൾ ഇതാ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് എന്താണോ എക്സലിൽ ഡിസൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ ഡ്രോ ചെയ്തിട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ റിപ്പോർട്ട് തന്നെ ടാലിയിൽ റെഡി ആയിട്ട് കിട്ടും. നിങ്ങളൊരു എൻട്രി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ട് റെഡിയാണ്. ഇനി ഈ റിപ്പോർട്ട് തന്നെ നിങ്ങൾ പുറത്തായിരിക്കും, ട്രാവലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടാലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അയച്ചു തരും.
മനസ്സിലായില്ലേ? അതായത് ഇതിനെ ഇമെയിൽ റിപ്പോർട്ടിംഗ് എന്ന് പറയും. ഇനി ഇമെയിൽ റിപ്പോർട്ടിംഗ് തന്നെ രണ്ട് രീതി ചെയ്യാം. അതൊന്നില്ല, ഒരാൾ ഓഫീസിലുള്ള മാനേജർ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ സെൻഡ് റിപ്പോർട്ട് ടു ഓണർ എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അത് ഓണർക്ക് വന്ന രീതിയിലാവാം. ഇനി അല്ലെങ്കിൽ ചില റിപ്പോർട്ട്സ് നിങ്ങൾ മാത്രം കാണേണ്ടത്, നിങ്ങളുടെ സ്റ്റാഫ് പോലും കാണേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പ്രൈവറ്റ് റിപ്പോർട്ട്സ്, അതായത് നിങ്ങളൊരു ഓണറാണ്, നിങ്ങൾ ഓണേഴ്സ് മാത്രം കാണേണ്ട റിപ്പോർട്ടാണ് എങ്കിൽ നമുക്ക് ആ റിപ്പോർട്ട് ഡയലി ഹൈഡ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ ഏതെങ്കിലും മെനുവിൽ ചെന്ന് ഒരു സീക്രട്ട് പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ റിപ്പോർട്ട് ഓപ്പൺ ആവുള്ളൂ. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാലിയിൽ വരികയേ വേണ്ട. നിങ്ങൾക്ക് വേണ്ട സീക്രട്ട് റിപ്പോർട്ട്സ് എല്ലാം ടാലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇമെയിൽ അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റിപ്പോർട്ട്സ് നമുക്കൊന്നിലെ ടാലിയിൽ കസ്റ്റമൈസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ടാലിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇമെയിൽ അയച്ചു തരും. ഇനി നിങ്ങൾ സ്ഥലത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെബ് റിപ്പോർട്ട്സിൽ, അതായത് ടാലിയുടെ ഡീഫോൾട്ട് വെബ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നും. അതങ്ങനെ ഒരു വെബ് റിപ്പോർട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ പാർട്ട്നറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കോൺഫിഗർ ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള വെബ് റിപ്പോർട്ട്സിൽ നിങ്ങളുടെ പ്രൈവറ്റ് റിപ്പോർട്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ടാലി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടാലിയുടെ റിപ്പോർട്ട്സും കിട്ടും, ഒപ്പം നിങ്ങളുടേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് പ്രൈവറ്റ് റിപ്പോർട്ടും നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി മുതൽ ഒരു റിപ്പോർട്ടും മാനുവലിൽ ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ബെറ്റർ എക്സാമ്പിൾ പറയാം. MA യൂസഫ് അലി, പിന്നെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ. ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പുള്ളി ചൂണ്ടിടാൻ പോകണു, അല്ലെങ്കിൽ കരാട്ടെ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ചുമ്മാ ഡ്രൈവിംഗ് ആണ്. എപ്പോഴും നോക്കിയാലും നമ്മൾ ഓരോ വീഡിയോ പുള്ളിയുടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇദ്ദേഹം ഒന്നും ജോലി ചെയ്യണില്ലേ എന്ന്. എന്നാൽ നിങ്ങൾ കേട്ടോ, അദ്ദേഹത്തിൻ്റെ ബിസിനസ് എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം ഡേ ബൈ ഡേ ഗ്രോത്ത് ആവണമുണ്ട്. കാരണം അവർക്ക് അവിടെ പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ആണ്. അവർക്ക് വേണ്ട റിപ്പോർട്ട്സ് എല്ലാം പുള്ളിയുടെ വിരൽത്തുമ്പി പുള്ളി കിട്ടും. MA യൂസഫ് അലി എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ബിസിനസ്സിൽ വിജയം കണ്ടെത്തിയ ആരുമാകട്ടെ അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള MIS റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് അവരുടെ കമ്പനിയിലെ ഒരു ജീവനക്കാരന് ആ ജീവനക്കാരന് സോഫ്റ്റ്വെയറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകാൻ പറ്റും. അതായത് ഈ സോഫ്റ്റ്വെയറിൽ പറയാത്തൊരു വഴിയിലൂടെ അവന് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മുടെ സംരംഭങ്ങൾ അങ്ങനെയാണോ? നമ്മുടെ സംരംഭം എന്ന് വെച്ചാൽ ഓണേഴ്സിനൊന്നും അറിയില്ല, എല്ലാം സ്റ്റാഫിന് അറിയാവുന്നത് അല്ലേ? സത്യത്തിൽ നിങ്ങളുടെ സ്റ്റാഫിനെ ഡിപ്പെൻഡ് ആണ്. സ്റ്റാഫിനെ അറിയാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള പോസിബിലിറ്റീസ് ഇതെല്ലാം പോസിബിളാണ്. മനസ്സിലായില്ലേ? നമുക്ക് ചുറ്റുമുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ബിസിനസ് ഓണേഴ്സിനും അവർക്കെല്ലാം അവരുടേതായ MIS സിസ്റ്റമുണ്ട്, പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അത് തന്നെയാണ് നമ്മൾ ടാലിയിൽ പറയുന്നത് കസ്റ്റമൈസേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതെല്ലാം ടാലിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് സെക്യൂരിറ്റി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ വരെ നമുക്ക് ചെയ്യാം. വേറൊരു പോസിബിലിറ്റി പറയാം ഞാൻ, ഇൻ്റഗ്രേഷൻസ്, SMS. അപ്പോൾ ഈ ബാങ്കുകളെല്ലാം ഉപയോഗിക്കുന്ന അതേ SMS തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലിയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബില്ല് അടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അപ്പോൾ തന്നെ SMS പോവും. ഓക്കെ, വിത്ത് താങ്ക്സ് യുവർ ബിൽ എമൗണ്ട് ഈസ് ₹, താങ്ക് യു ഫോർ പർച്ചേസ് എന്നുള്ള രീതിയിൽ. ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബില്ലിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കസ്റ്റമർക്ക് ഹാപ്പി ബർത്ത്ഡേ, അപ്പോൾ ഇന്ന് നിങ്ങൾ ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ ടുഡേയ്സ് ബർത്ത്ഡേ എന്നുള്ള കാണിച്ചു തരും. അപ്പോൾ ആ ലിസ്റ്റുള്ള കസ്റ്റമർക്ക് സിംഗിൾ ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ആ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ ഉള്ള അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് SMS പോവും. അതൊക്കെ നിങ്ങൾക്കിപ്പോൾ വരണ്ട് അല്ല, നിങ്ങൾക്കും പറ്റും. നിങ്ങളുടെ ടാലിയിലും ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി SMS ഇൻ്റഗ്രേഷനിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ ഔട്ട്സ്റ്റാൻഡിങ് ഫോളോ അപ്പ്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഫോളോ അപ്പ് എങ്ങനെയാണ്? എല്ലാ ഓഫീസിലും വലിയൊരു രജിസ്റ്റർ ഉണ്ടാവും. ABC കസ്റ്റമർ ഒരു 2-3 സ്റ്റാഫിനെ തരുന്നുണ്ടാവും, ടെലികോളേഴ്സ്. അവർ വിളിക്കും, സാർ നമ്മുടെ പേയ്മെൻറ്റ്, അപ്പോൾ അവർ പറയും ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റിൽ, അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കൂ. ഇത് തന്നെയാണ് ചോദിച്ചിരുന്നത്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഈ വിളിക്കാൻ പറ്റുമോ കൊച്ചിന്? കാരണം ആ പേജിൽ പോയാലല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രജിസ്റ്ററൊക്കെ പണ്ടേ ഒഴിവാക്കേണ്ട കാര്യമാണ്. ഈ ഫോളോ അപ്പ് സിസ്റ്റം നമ്മുടെ കയ്യിൽ ആഡ് ഓൺ ഉണ്ട്. നിങ്ങൾ ആ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും. ഫോളോ അപ്പ്, ഔട്ട്സ്റ്റാൻഡിങ് ഫോളോ അപ്പ് സിസ്റ്റം അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുക, അപ്പോൾ ടെലികോളർ വിളിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്, ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ നാളെ വിളിക്കും. അപ്പോൾ ഇവർ ടൈപ്പ് ചെയ്യും നാളെ വിളിക്കൂ എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഫോളോ അപ്പ് ഡേറ്റ് ടുമാറോസ് ഡേറ്റ്. വേറൊരു കസ്റ്റമറിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് കൗണ്ട് ചെയ്തിട്ട് അത് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിൽ എല്ലാം റെക്കോർഡാണ്. അപ്പോൾ നാളെ ദിവസം ഈ സ്റ്റാഫ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിമൈൻഡർ റിപ്പോർട്ട് അവരുടെ ഫ്രണ്ടിൽ തന്നെ വരും. ഇന്ന് നിങ്ങൾ വിളിക്കേണ്ട ആളുകൾ ഇതൊക്കെയാണ്. അപ്പോൾ വാട്സാപ്പും പോസിബിളാണ്. യൂട്യൂബ് ചാനൽ അടിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളിത് ഇൻവെൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ച കാര്യമാണ്. പക്ഷേ കേരളത്തിലുള്ള ആർക്കും ഇത് അറിയില്ല, ആരും ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ SMS സംസാരിച്ചു, ഇമെയിൽ സംസാരിച്ചു, വാട്സാപ്പ് സംസാരിച്ചു, ഓട്ടോമേഷൻ സംസാരിച്ചു, സ്പോർട്സ് വെബിൽ വരുന്നത് സംസാരിച്ചു, പിന്നെ ഡാറ്റ സേഫ്റ്റിയുടെ കാര്യങ്ങൾ. ഇനി വേറൊരു എക്സാമ്പിളും പറയാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എക്സലിൽ ഒരു ഡാറ്റ, ചിലപ്പോൾ വേറൊരു സോഫ്റ്റ്വെയറിലത്തെ ഡാറ്റ നിങ്ങൾക്ക് എക്സലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റിലോ XML-ഓട്ടോ കിട്ടുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ടാലിയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സൽ ഇമ്പോർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ടോപ്പ് സെല്ലിങ് ആഡ് ഓൺ ഉണ്ട്. അതായത് നമ്മുടെ GST കൺസൾട്ടൻറ്റിനും പ്രാക്ടീഷനും ചാർട്ടേഡ് അക്കൗണ്ടൻസിനും അക്കൗണ്ട്സ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികൾക്കുണ്ടല്ലോ, ഇവർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്നു. ഇത് ഞങ്ങളുടെ ടോപ്പ് സെല്ലിങ് ആഡ് ഓൺ ആണ് കേരളത്തിന് പുറത്ത്. കാരണം കേരളത്തിനകത്ത് ഇത് എത്ര പേർക്ക് അറിയാമെന്നും കൂടി എനിക്കറിയില്ല. അതായത് നമ്മുടെ GSTR പോർട്ടലിൽ നിന്ന് നിങ്ങൾക്ക് GSTR 2Bയുടെ എക്സൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ എക്സൽ നോക്കിയിട്ട് എല്ലാവരും ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിടും. ഇതാണ് എങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിനോ ഒരു കസ്റ്റമറല്ലോ, നിരവധി കസ്റ്റമേഴ്സ്, നിരവധി ക്ലയൻറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ എക്സലിൽ നോക്കി ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ല. ചിലപ്പോൾ ഇപ്പോഴും അതിങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കുള്ളൊരു സൊല്യൂഷനാണ് ആ GSTR 2B എക്സൽ ഇമ്പോർട്ട് എന്നുള്ള ആഡ്. അതായത് പോർട്ടലിൽ നിന്ന് നിങ്ങൾ എക്സൽ ഡൗൺലോഡ് ചെയ്യുക, കസ്റ്റമറുടെ ടാലി ഓപ്പൺ ചെയ്യുക, ആ എക്സൽ നേരെ ഇമ്പോർട്ട് ചെയ്യുക, ബൾക്കായിട്ട് പർച്ചേസ് സെൻറ്റർ ക്രിയേറ്റ് ആവും. ഇതൊക്കെയാണ് ഓട്ടോമേഷൻ, കസ്റ്റമൈസേഷൻ പോസിബിലിറ്റീസ്. ഇപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നുമല്ല കേട്ടോ, കുറേ കാര്യങ്ങളുണ്ട്. ടാലി ഓൺലൈൻ, ടാലി മൊബൈൽ ആപ്സ്, ടാലി വെബ് സൊല്യൂഷൻസ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം വളരെ ചെറിയ കാര്യങ്ങളാണ്. കാരണം ഈ ചെറിയ കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കിയാലല്ലേ ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ടാലിയുടെ പുതിയ സൊല്യൂഷൻസ്, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഈ കണ്ടുപിടിച്ച ടെക്നോളജി വെച്ചിട്ട് പുതിയ സൊല്യൂഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. ഈ സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാലി പാർട്ട്നേഴ്സ് എല്ലാവരും, ടാലി ഡീലേഴ്സ് എല്ലാം ഇതിനെപ്പറ്റി അറിയും. ഞാനത് യൂട്യൂബിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ഇടുമ്പോൾ അവരതറിയും, അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യും. ഇതിനു വേണ്ടി ആരും നിങ്ങൾ ഇരുത്തി ട്രെയിനിങ് തരുമൊന്നുമില്ല, മനസ്സിലായി? അപ്പോൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഈ സൊല്യൂഷനും അറിവുകൾ കിട്ടുന്നത് അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെയുള്ള നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് സംരംഭനായിക്കോട്ടെ, ടാലി പഠിക്കുന്നവരായിക്കോട്ടെ, ടാലി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരായിക്കോട്ടെ, ടാലിയിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ടാലി സെയിൽ ചെയ്യുന്നവരോ, ടാലി ചിലപ്പോൾ പ്രോഗ്രാമർ കൂടി ആവാം. എങ്കിലും നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ടാലി സോഫ്റ്റ്വെയർ സെയിൽ ചെയ്യുന്നില്ല. ടാലി സോഫ്റ്റ്വെയർ സെയിൽ, സർവീസ്, സപ്പോർട്ട് ഇതിനൊന്നും ദയവേത് എന്നെ വിളിക്കരുത്. അപ്പോൾ അതിനൊക്കെ ഇവിടെ കേരളത്തിൽ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്. അവർക്ക് കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ റോള് വരുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ടാലിയുടെ പോസിബിലിറ്റീസും അതിൽ നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടിയാണെന്ന്. അല്ലേ? ഇത്ര നേരം ഞാൻ പോസിബിലിറ്റീസ് അല്ലേ പറഞ്ഞേ? എന്നാൽ ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസും. ഈ വീഡിയോ കാണുന്ന ചിലർക്ക് ഇതൊരു പോസിബിലിറ്റിയാണ്, ചിലർക്ക് ഇതൊരു നോളജാണ്. ഇപ്പോൾ സ്റ്റുഡൻസാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും ടാലിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം പറയൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയാം ടാലിയിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്നും അറിയാം, ടാലിയിൽ ഇന്ന കാര്യങ്ങൾ ഇല്ലയെന്നും അറിയാം, ടാലിയിൽ ഇന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ ഇന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ബിസിനസ് ഓണേഴ്സോ ടാലി ഉപയോഗിക്കുന്നവരോ ആരുമായിക്കോട്ടെ, ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആരുമായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഞാൻ പറയാം. ഇപ്പോൾ ടാലി പഠിക്കാൻ പോകുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല ഈ ടാലിയുടെ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഞാൻ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസാണ്. ഇത് നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാം. കാരണം ചാർട്ടേഡ് അക്കൗണ്ടും GST കൺസൾട്ടൻറ്റുമാർക്കെല്ലാം അല്ലെങ്കിൽ ടാലി പാർട്ട്നേഴ്സ് എല്ലാവർക്കും ആൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ് കാര്യം ചെയ്താൽ നിങ്ങൾ പുതിയൊരാളെ തേടി പോകേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ഒറ്റ തീരുമാനം എടുത്താൽ മതി. നിങ്ങളുടെ സർവീസിൽ ഇതും കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം മതി. ഇതാണ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇനിയും കൂടുതൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇപ്പോൾ പുതിയ അപ്ഡേഷൻസ് വരും. പിന്നെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കാം, റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ ഇടയ്ക്ക് കയറി നോക്കിയാൽ മതി, അപ്ഡേഷൻസ് കിട്ടും. നിങ്ങൾ റെഫർ. അപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ ആ യൂട്യൂബ് ചാനൽ, കമ്പനിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ തന്നെ കൊടുത്തേക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഞാൻ ടാലി സോഫ്റ്റ്വെയർ സെയിൽ ചെയ്യുന്നില്ല. സോഫ്റ്റ്വെയർ സെയിൽ, സർവീസ്, സപ്പോർട്ട്, ട്രെയിനിങ് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതിനൊക്കെ നിങ്ങൾ ടാലി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. അവർക്ക് അവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തോളും. ഞങ്ങൾ അവർക്ക് കൊണ്ട് സഹായം ചെയ്തു കൊടുത്തോളാം.
നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, വീഡിയോയുടെ ലെങ്ത് കൂടി, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, കുറേ അറിവുകൾ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തരോടും നന്ദി, നമസ്കാരം. അപ്പോൾ വ്യത്യസ്തമായ ഒരു ആശയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.